യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അനുകരിക്കുന്ന ദൃശ്യരൂപത്തിൽ അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രത്തെ കുത്തിനിർത്തി അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രാവിഷ്കാരം ക്രൈസ്തവ വിശ്വാസത്തെ ഗുരുതരമായി മുറിപ്പെടുത്തുന്നതും ക്രൈസ്തവ വിശ്വാസികളെ അപമാനിക്കുന്നതുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസ്താവനയിൽ പരാമർശിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവ വികാരങ്ങളെ വേദനിപ്പിക്കുന്നതും പൊതുസമൂഹത്തിന് തന്നെ ഉതപ്പുണ്ടാക്കുന്നതുമായ ഈ കലാവൈകൃതം ബിനാലെയിൽ അവതരിപ്പിച്ചത് തികച്ചും അനുചിതവും പ്രതിഷേധാർഹവുമാണ്. ഇതിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന അന്വേഷിക്കണം. കലാസ്വാതന്ത്ര്യത്തിന് അതിരുകളുണ്ടെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. കല വിമർശനത്തിനും സംവാദത്തിനും വേദിയാകാം. പക്ഷേ അതൊരിക്കലും വിശുദ്ധ പ്രതീകങ്ങളെ അപമാനിക്കാനും വിശ്വാസ സമൂഹത്തെ പരിഹസിക്കാനും ആകരുത്. മുൻപ് തെറ്റെന്ന് തെളിയിക്കപ്പെട്ട അവതരണങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് ആകരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവിച്ചു. ദൃശ്യമാധ്യമങ്ങളിലൂടെ കലാകാരന്മാർ എന്ന പേരിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ തുടരുന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി വിമർശിച്ചു. ബിനാലെ ഫൗണ്ടേഷൻ ഒരിക്കലും ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ ക്രൈസ്തവ അവഹേളനത്തിന് വേദി ഒരുക്കരുതായിരുന്നു. ബിനാലെ സംഘാടകർക്കെതിരെ സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഇനിയും ഇത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ ഒരു രീതിയിലും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ആർജവത്വവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ബിനാലയിലെ വിവാദ ചിത്ര പ്രദർശനത്തിന് സാംസ്കാരിക വകുപ്പും ആഭ്യന്തര വകുപ്പും കൃത്യമായ അന്വേഷണം നടത്തി ഈ സംഭവത്തിന്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, അഡ്വക്കേറ്റ് ടോണി പുഞ്ചിക്കുന്നിൽ, ഡോക്ടർ KM ഫ്രാൻസിസ്, ബെന്നി ആന്റണി, ട്രീസാലിസ് സെബാസ്റ്റ്യൻ, രാജേഷ് ജോൺ, തോമസ് ആന്റണി, അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി എന്നിവരും പ്രസംഗിച്ചു. ഷിക്കനാനോസ്, കൊച്ചി.